പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുക. മലയിലെ പ്രസംഗം ദൈവരാജ്യത്തിന് സുവിശേഷം പ്രഘോഷിക്കുന്നതാണ്. ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് ദീർഘമായിട്ട് യേശു പഠിപ്പിക്കുന്നുണ്ട്. എപ്രകാരം പ്രാർത്ഥിക്കരുത്, എപ്രകാരം പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പാഠമാണ് നൽകുക. അന്ന് നിലവിലിരുന്നതും ഇന്ന് നിലവിലിരിക്കുന്നതുമായ ഒരു പ്രാർത്ഥനാ പ്രകടനത്തെക്കുറിച്ച് ആണ് ആദ്യം പറയുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത്, മറ്റുള്ളവർ കാണരുത് എന്നല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ വിശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒച്ച വെച്ച് ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുക. അപ്പോൾ ഫരിസേയരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയായിരുന്നു. ഒരു സമയമാകുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ സമയങ്ങളുണ്ട്, അത് എവിടെ വെച്ചാണെങ്കിലും പൊതുവീതിൽ വെച്ചായിരിക്കും അവർ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഭക്തനാണ്, വിശുദ്ധനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. അപ്പോൾ യേശു പറയുന്നതാണ്, നീ ആദ്യം ഉള്ളിൽ കഥകടയ്ക്കണം. നിൻ്റെ ഉള്ളിൽ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്ത് ഹൃദയത്തിൻ്റെ ഭാവമായിരിക്കണം പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലടയ്ക്കണം. ഞാൻ ദൈവത്തോടൊന്ന് വിചാരിക്കണം. അപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ നടത്തുന്ന എൻ്റെ അർത്ഥനകൾ, എൻ്റെ യാതനകൾ, എൻ്റെ സ്തുതികളെല്ലാം പ്രാർത്ഥനയാണ്. അപ്പോൾ ഹന്ന ഒരു ഉദാഹരണമാണ്. ഈ സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും, ഹന്ന ദേവാലയത്തിലൊന്ന് പ്രാർത്ഥിച്ചു. അവളുടെ ശബ്ദം പുറപ്പെടുകയും ചുണ്ടനങ്ങുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരോഹിതൻ വിചാരിച്ചു അവളുടെ കുടിച്ചിലേക്ക് രണ്ട് പുലമ്പുകയാണെന്ന്. അപ്പോൾ ഹൃദയത്തിലെ വികാരങ്ങൾ ആരും കേൾക്കാതെ ദൈവത്തിന് മുമ്പിൽ അറിയിച്ചു. അതായിരുന്നു ഹന്നയുടെ പ്രാർത്ഥന. യേശുവിന് ആദ്യമത്തെ ഇതാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക്. ദൈവം നിൻ്റെ പിതാവാണ്, നിൻ്റെ കാര്യങ്ങൾ അറിയുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. നിനക്കുള്ളതെല്ലാം പറയുക. അത് സന്തോഷമായിരിക്കാം, ദുഃഖമായിരിക്കാം, യാതനകളായിരിക്കാം, എന്തുമാവട്ടെ എല്ലാം തുറന്നു പറയുക. ഇതാണ് പ്രാർത്ഥന പ്രധാനമായിട്ടും. അതിനുശേഷം യേശു പറയും എപ്രകാരം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പൊതുവായ പ്രാർത്ഥന വേണ്ട എന്നല്ല, തീർച്ചയായിട്ടും പൊതുവായ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രധാനം ഈ ഹൃദയത്തിലുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു പ്രകടനമാക്കി മാറ്റാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് കാണിക്കാതെ ദൈവത്തിന് മുമ്പിൽ ഒരു ശിശുവിനെ പോലെ ആയിരിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ കാര്യങ്ങൾ എന്തും അറിയുന്ന പിതാവാണ്, നമ്മൾ സ്നേഹിക്കുന്ന പിതാവാണ്. പിതാവിൻ്റെ മുമ്പിൽ അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ പിതാവിൻ്റെ മടിയിരുന്ന് പ്രാർത്ഥിക്കുക. അതിനുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനം. നിൻ വഴിയേ നടക്ക